ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയവ് കഴലിത കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ദരന്ധത കാഴ്ചം അറ്റമലെ ദലൻ വെക്സാണ് 2025 ഏപ്രിൽ 22 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ദയവ് കഴലിത കമ്പനി ദരന്ധത കവചം ദയവ് ഉപവിഭാഗത്തിൽപ്പെടുന്നു. നെക്ഷകം മെൻഡേസ് 57 കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ആകെ ഫലം ഇപ്രകാരമാണ്: -10.2. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.6 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി പ്രകടനം 1.8 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. -2 പോയിന്റുകളുടെ സ്കോറിനെതിരെ ദരന്ധത കവചം ദയവ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ദരന്ധത കവചം ദയവ് ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ദരന്ധത കവചം ദയവ് -19.8% ചലനാത്മകത കാണിച്ചു. 7.8% എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം ദരന്ധത കവചം ദയവ് മൂല്യം $63.8 ബില്യൺ. $640 ബില്യൺ ഉപവിഭാഗ വിപണി മൂലധനം. ദരന്ധത കവചം ദയവ് 9.857% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $3.53 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $40 ബില്യൺ. ദരന്ധത കവചം ദയവ് 8.896% വിഹിതം ഉൾക്കൊള്ളുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ദരന്ധത കവചം ദയവ് വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 9.857%. പുസ്തക മൂല്യം 8.896%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 10% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $4.38 3 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 124.2%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം അനുസരിച്ച് വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 41.1 ആണ്. ഉപവിഭാഗ ശരാശരി 28.1 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 32% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വില മുതൽ ലാഭ സൂചകങ്ങൾ വരെയുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1534 മില്യൺ. വരാനിരിക്കുന്ന 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $2057 മില്യൺ. നിലവിലുള്ളതിനേക്കാൾ 34% കൂടുതൽ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 5.6 ആണ്. ഉപവിഭാഗം 2 ശരാശരി ഉപവിഭാഗത്തേക്കാൾ 180% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $11,320 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $14,190 മില്യൺ.
നിലവിലുള്ളതിനേക്കാൾ 25% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 13.6%. ഉപവിഭാഗത്തിന്റെ ശരാശരി 7.3%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 6.3%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 5.694%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 73% കുറവാണ്. ഈ വസ്തുത സ്ഥാപനത്തിന്റെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേട് കാണിക്കുന്നു. ബെരൻധത് കവചംത് ദയ മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $483,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $279,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 73.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ മൂലധനത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $11.8 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $9.9. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 18%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം $87,000 ആണ്. ഉപവിഭാഗത്തിൽ $137,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 57%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 1.8%. ഉപവിഭാഗത്തിന് ശരാശരി 3.2%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. സൂചകം ഗിരെ 14 കമ്പനിക്ക് 38% നിലവാരം കാണിക്കുന്നു. ബെരൻധത് കവചംത് ഏത് ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 44%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. ബെരൻധത് കവചംത് ഏത് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $46.52 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $63.39 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 36%. എല്ലാവർക്കും ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഡെറ്റന്റ് ഘടകലത ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയം അടിസ്ഥാനമാക്കി ബെരൻധത് കവചംത് ഏത് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഘടകലത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഘടകലത